ആ കരിക്കുലത്തിൻ്റെ കമ്മ്യൂണലൈസേഷൻ, സാഫ്രണൈസേഷൻ എന്ന് പറയുന്നത് അതാണ്. പിന്നെ സുരേന്ദ്രൻ പറഞ്ഞ NEP പാഠ്യപദ്ധതിയിൽ നാഷണൽ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതാണ്. അപ്പോൾ അത് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിടുക, MOU, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പിടുക എന്ന് പറയുന്നത് ഇടതുപക്ഷ നയത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ സുരേന്ദ്രൻ ഒപ്പം ഒരു CPI പരിഹസിക്കുകയുണ്ടായി. അതായത് കുരയ്ക്കും കടിക്കില്ല എന്ന രീതിയിലുള്ള പരിഹാസമാണ്. സുരേന്ദ്രന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അറിയത്തില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊന്നും അറിയത്തില്ല. സുരേന്ദ്രൻ്റെ വർത്തമാനം ഞാനൊരു വാപോയ കോടാലിയായിട്ടേ കണക്കാക്കുന്നുള്ളൂ. അത് കേരളത്തിലുണ്ടായ ഒരു സംഭവം, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു കെട്ടുറപ്പിനെ ബാധിക്കുന്നതാണ്. അതിൻ്റെ കാരണം CPIM നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ PM ശ്രീ പദ്ധതിയിൽ ഏകപക്ഷീയമായി ഒപ്പിട്ടതാണ്. ക്യാബിനറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയം 2 തവണ ചർച്ച ചെയ്യുകയും ഡെഫർ ചെയ്യുകയും ചെയ്ത ഒരു ഐറ്റം. ആ ഐറ്റം ക്യാബിനറ്റ് ഡിസ്പോസ് ചെയ്യുന്നതിന് മുമ്പ്, ക്യാബിനറ്റ് അതിന്മേൽ അന്തിമമായ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അങ്ങനെ ഏകപക്ഷീയമായി ഒരു മന്ത്രിയോ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥയെ പോയി MOU ഒപ്പിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ളതിൽ തീരുമാനമെടുത്ത് ഒപ്പിട്ടു എന്ന് പറയുന്നതാണ് തെറ്റ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെ ഒരു മുന്നണിയുടെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ അറിയിക്കാനുള്ള ബാധ്യത CPIയുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. അതനുസരിച്ച് അറിയിച്ചു. അങ്ങനെ CPIയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നൊരു കത്ത് കിട്ടിയപ്പോൾ ആ കത്ത് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി CPIMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയെ അറിയിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും 2 പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ അതൊരു ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അറിയിച്ചപ്പോൾ ബേബി ഇന്ന് ഉച്ചയ്ക്ക് തമ്മിൽ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ എക്സിക്യൂട്ടീവിൻ്റെ യോഗം നടക്കുമായതുകൊണ്ട് ഇൻ്റർവെൽ സമയത്ത് നമുക്ക് കാണാമെന്ന് ഇവിടെ നിന്നും അറിയിപ്പ് കൊടുത്തു. ആ നിലയിൽ ഉച്ചയ്ക്ക് കണ്ടതാണ്. പരസ്പരം അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അത് അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി മുന്നണിയുടെ കെട്ടുറപ്പ് ഭദ്രമാക്കി പോകാനും 2 പാർട്ടികളുടെയും ദേശീയ നയത്തിന് അനുകൂലമായി ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടുപോകാനുള്ള ബാധ്യത ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ കത്ത് കൊടുക്കുകയും ചർച്ച ചെയ്യാനും പോയത്. ദേശീയ നേതൃത്വം കൈയൊഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം എക്സ്പ്രസ്ഡ് ഹിസ് ഇന്നബിലിറ്റി, ഹെൽപ്ലെസ്നെസ്, അതാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അത്രയേ ഉള്ളൂ. വൈ കാൻറ്റ് ഹി ഇൻ്റർഫിയർ ഇൻ ദി സ്റ്റേറ്റ് മാറ്റർ? അതിൽ ഇടപെടാനും അതിനകത്ത് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാനും കഴിയാതെ പോകുന്ന എന്തുകൊണ്ട്? അതെനിക്കറിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വേണ്ടി ചോദിക്കുന്നതാണ്. ഇപ്പോൾ കൈയൊഴിഞ്ഞു അല്ലെങ്കിൽ ഈ നിസ്സഹായ അവസ്ഥയിലാണ് CPIMൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ചോദ്യം ഇതാണ്: ഈ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു പ്രഷറാണോ ഈ MA ബേബിക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാതെ? അത് ഇത് ഒപ്പിടുന്നതിന് മുമ്പ് അങ്ങേക്ക് അറിവുണ്ടോ എന്ന് ബേബി സഖാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾ ബേബിയോട് തന്നെ ചോദിക്കുക എന്താണ് ഇങ്ങനെ ഒരു നിലപാടെടുത്തതെന്നുള്ളത്. പിണറായിക്ക് മുമ്പേ മുകളിൽ വേറെ ആരും ഇല്ല എന്ന് തന്നെയാണ് തെളിയിക്കുന്നത്. അതൊന്നും എനിക്കറിയില്ല. ഒരു പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള ഹെജിമണിയുണ്ട്. അതിൽ എങ്ങനെയാണോ നടക്കേണ്ടത് അങ്ങനെയാണ് നടക്കേണ്ടുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ 2 പാർട്ടികളും ലെനിൻ്റെ സംഘടനാ തത്വങ്ങൾ, അത് ജനാധിപത്യ കേന്ദ്രീകരണം എന്നുള്ള സംഘടനാ തത്വത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളാണ്. ആ സംഘടനാ തത്വത്തിൽ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് കീഴ്ക്കമ്മിറ്റികളും മേൽക്കമ്മിറ്റികളും തമ്മിലുള്ള ബന്ധമെന്നും മേൽക്കമ്മിറ്റിക്ക് എന്തെല്ലാം നിലയിലുള്ള ഇടപെടലിന് സാധ്യതയുണ്ടെന്നുള്ള എല്ലാം അതിൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിയവർക്ക് ഇതിനകത്ത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഒന്നും ഒരു കാര്യവുമില്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIയുടെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൻ്റെയും CPMൻ്റെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൻ്റെയും ലംഘനമാണ്. അത് അവരാണ് നയം സർക്കാർ ഭരണത്തിൽ ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ ആ നയവുമായി പ്രാവർത്തികമാക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഗോവിന്ദ മാഷ് പറയുന്നത്. അതെ, അങ്ങനൊരു സാഹചര്യം വന്നേനെ. എപ്പോഴാണെങ്കിൽ ജനാധിപത്യ കക്ഷികൾക്കാണ് ഏറ്റവും കൂടുതൽ നമ്പറുള്ളത് എന്നുണ്ടെങ്കിൽ അത് വന്നേനെ. ഇവിടെ ആ വിഷയം ഉദിക്കുന്നില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ 2 ഇടതുപക്ഷ പാർട്ടികളുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. CPIMനും CPIക്കും കൂടി അതിൽ തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട്.
അതിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് അതിനുള്ള നമ്പരുമുണ്ട്. അതുകൊണ്ട് ആരുടെയും മുമ്പിൽ ഇതിനു വേണ്ടി ഏതെങ്കിലും ജനാധിപത്യ കക്ഷി വാദിച്ചിട്ട് അവർ മുന്നണി വിട്ടുപോകുന്നൊരവസ്ഥയിൽ ഗവൺമെൻറ് കൺസീഡ് ചെയ്ത് സറണ്ടർ ചെയ്ത് അങ്ങനെ ഒരു തീരുമാനം എടുത്തതൊന്നും അല്ലല്ലോ. ഒരു ജനാധിപത്യ കക്ഷി അത് ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ വിഷയം ഇവിടെ പ്രസക്തമേ അല്ല. എന്തുകൊണ്ടാണ് ഇത്ര തന്നിഷ്ടം CPM-ന്? അത് അവരോട് ചോദിക്കണം. ഈ പണത്തിന് വേണ്ടി ആദർശം വിറ്റു എന്ന് പറയാൻ പറ്റുമോ? പണത്തിന് വേണ്ടി എന്നുള്ളതല്ല, അത് ഫെഡറൽ സ്ട്രക്ചർ, ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് പോകുമ്പോൾ അവിടെ ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് വേണ്ടുന്നത്. അത് സ്റ്റാലിൻ തമിഴ്നാട്ടിലെ ഗവൺമെൻറ് കാണിച്ചു തന്നു. അവർ ലീഗൽ ഫൈറ്റിന് പോയി. നമ്മളിവിടെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കാതിരുന്നപ്പോഴും നമ്മൾ സുപ്രീം കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്താണ് ഒരു ഗഡുവെങ്കിലും വാങ്ങിച്ചത്. അതുകൊണ്ട് ഹിന്ദുത്വ വർഗീയതയുടെ അജണ്ട കൊണ്ടു നടക്കുന്ന ആളുകൾ രാജ്യം ഭരിക്കുകയും ഇവിടെ ആ ഫെഡറൽ സ്ട്രക്ചർ വേണ്ട, അതൊരു ഏകത്വ രാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ അങ്ങനെ ഭരിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ലീഗൽ ഫൈറ്റ്, പൊളിറ്റിക്കൽ ഫൈറ്റ് അത് പുട്ടപ്പ് ചെയ്യുന്നതിന് പകരം അവിടെ കൺസീഡ് ചെയ്യുക എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ്. നയപരമായി തെറ്റാണ്, പൊളിറ്റിക്കലായി തെറ്റാണ്. CPM സറണ്ടർ ചെയ്തു എന്നാണ് പറയുന്നത്. അല്ല, അത് CPM സറണ്ടർ ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതൊക്കെ അവർ തീരുമാനിക്കണം. പക്ഷേ ഈ കരാറിൽ MOUവിൽ ഒപ്പിട്ടത് ഹിന്ദുത്വ വർഗീയതയുടെ അജണ്ട അംഗീകരിക്കുന്നതിന് തുല്യമാണ്. അതിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നു. ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഉണ്ടാകത്തില്ല. മുട്ടുമടക്കി എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? അതൊക്കെ നിങ്ങൾ വിലയിരുത്തിക്കുക.